അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഇരട്ടി എന്താണ് പകുതി എന്താണ് എന്ന് പറഞ്ഞു തരാനായിട്ട്. അതായത് നമ്മൾ പൊതുവെ പറയാറുണ്ട് അല്ലെ, അതിന്റെ പകുതി അല്ലെ. ഒരു കേക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പറയും പകുതി എനിക്ക് തരുമോ എന്ന്. നമ്മളെ ചേട്ടനോ അനിയനോ ഒക്കെ നമ്മളോട് ചോദിക്കും ഒരു പകുതി എനിക്ക് തരുമോ അല്ലെ. അതേപോലെ നമ്മൾ 4 ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും അതിന്റെ ഹാഫ് എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കാറുണ്ട് അല്ലെ, എന്താണ് ഈ ഹാഫ് അല്ലെങ്കിൽ പകുതി എന്ന് പറയുന്നത്, എന്താണ് ട്വൈസ് അല്ലെങ്കിൽ ഇരട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിസ് വന്നിട്ടുള്ള ഇന്ന് എന്താണ് ഈ ഇരട്ടി എന്നും എന്താണ് ഈ പകുതി എന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുവേണ്ടി മിസ് ചെയ്യുന്നത് ആദ്യം തന്നെ 2 സുന്ദരമല്ലേ അടിപൊളിയായിട്ടുള്ള 2 സൈക്കിളാണ് ഇവിടെ ഉള്ളത് അല്ലെ. നല്ല ഭംഗിയിലേ കാണാൻ, നല്ല കണ്ണും മൂക്കും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള 2 സൈക്കിൾ ഉണ്ട്. ഈ സൈക്കിൾ നോക്കി എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണം. ഒന്ന് നോക്കാം നമുക്ക്. 1 2 സൈക്കിൾ ഉണ്ട്. റെഡി? ഇനി ഈ ഒരു സൈക്കിളിന് എത്ര ടയറുകൾ ഉണ്ട്, എത്ര ചക്രങ്ങൾ ഉണ്ട് നോക്കി. ഇവിടെ 2 ചക്രം, ഇവിടെയും 2 ചക്രം. അപ്പൊ മൊത്തം എത്ര ചക്രായി? 2 + 2 4. 2 2 4 ചക്രങ്ങൾ ഉണ്ട് അല്ലെ. ഇവിടെ നോക്കി 1 2 3 4. ആദ്യത്തെ സൈക്കിളിന് 2 ചക്രവും രണ്ടാമത്തെ സൈക്കിളിന് 2 ചക്രവും. അങ്ങനെ മൊത്തം 1 2 3 4 ചക്രങ്ങളുണ്ട്. 4. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2ന്റെ ഈ കാണിച്ചിരിക്കുന്ന 2ന്റെ ഇരട്ടിയാണ് 4. 2ന്റെ ട്വൈസ് ആണ് 4. 2നെ 2 പ്രാവശ്യം നമ്മൾ കൂട്ടി അല്ലെ. 2നെ 2 പ്രാവശ്യം കൂട്ടുമ്പോ കിട്ടുന്നതാണ് എന്ത്? ഇരട്ടി അല്ലെങ്കിൽ ട്വൈസ് എന്ന് പറയുന്നത്. അപ്പൊ 2ന്റെ ട്വൈസ് ആണ് ആര്? 4, ഇരട്ടി. ഇനി വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഈ 4ന്റെ പകുതിയാണ് ആര്? 2. 4 എണ്ണം ഉണ്ട് അല്ലെ. ഇവിടെ 4 സൈക്കിൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 2 എണ്ണം. 4 ചക്രങ്ങളുണ്ട്, അതിന്റെ പകുതി എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 4ന്റെ പകുതി 2 ആണ്, 2ന്റെ ഇരട്ടി 4 ആണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു. ഓക്കെ, ഇത് നമുക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് അല്ലെ. എന്താ ഇത്? ഓട്ടോറിക്ഷ. നമുക്കൊക്കെ ഇതിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. അപ്പൊ എത്ര ഓട്ടോറിക്ഷ ഉണ്ട് നോക്കിയേ. എത്ര ഓട്ടോറിക്ഷ ഉണ്ട്? 1 2. 2 ഓട്ടോറിക്ഷ ഉണ്ട് അല്ലെ. ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര ചക്രങ്ങളുണ്ട്? 1 2 3 അല്ലെ. ഒരു ഓട്ടോയ്ക്ക് 3 ചക്രങ്ങൾ. അടുത്ത ഓട്ടോയ്ക്കോ? 1 2 3 3 ചക്രങ്ങൾ. അപ്പൊ ആകെ ഇപ്പൊ എത്ര ചക്രങ്ങളായി? ഒന്ന് നോക്കിയേ. 1 2 3 4 5 6 ചക്രങ്ങളായി അല്ലേ. അതായത് 3 + 3 കൂട്ടണം 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അതായത് 3ന്റെ ഇരട്ടിയാണ് ആര്? 6 അല്ലെങ്കിൽ 6 എന്ന് പറയുന്നത്. 3ന്റെ ട്വൈസ് ആണ് 6. അങ്ങനെയാണെങ്കിൽ തിരിച്ചെങ്ങനെ പറയാം? 6ന്റെ പകുതിയാണ് ആര്? 3 എന്ന് പറയുന്നത്. 6ന്റെ പകുതിയാണ് 3, 3ന്റെ ഇരട്ടിയാണ് 6 എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? ഇനി കാറായാലോ? കാറായാലോ? ഒരു കാറില് 4 ചക്രങ്ങളുണ്ട്. രണ്ടാമത്തെ കാറിന് എത്രയുണ്ട്? 4 ചക്രങ്ങള്. അപ്പൊ 4ന്റെ ഇരട്ടി എത്രയാണ്? 4ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 4നോട് 4 കൂട്ടണം. അപ്പൊ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്. 4ഉം 4ഉം എത്രയായി? 8 ആയി. അപ്പൊ 4ന്റെ ഇരട്ടിയാണ് 8, 8ന്റെ പകുതിയാണ് 4. റെഡി? അപ്പൊ സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇരട്ടിയും പകുതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി മിസ് വരും. സോ താങ്ക് യു സോ മച്ച്. ബൈ.